കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട അധ്യാപകൻ ഡോക്ടർ എം കെ റാം ഹൈക്കോടതിയിലേക്ക്. തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഗൂഗിൾ കെ വേണുഗോപാൽ ഉണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. ഗൂഗിൾ, ഇന്നലെ തലശ്ശേരി സെഷൻസ് കോടതിയാണ് റാമിന്റെ മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. ഇതിൽ ജാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില വാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ ആ വാദങ്ങളെ ഖണ്ഡിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത്. എന്താണ് ഇനി ഈ തുടർ നീക്കങ്ങൾ? ഈ അധ്യാപകൻ ഡോക്ടർ എം കെ റാം ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു എന്നതാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഈ ആരോപണ വിധേയരായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അതിൽ പത്തോളജി വിഭാഗം മുൻ മേധാവിയായിട്ടുള്ള ഡോക്ടർ എം കെ റാമിന് ജാമ്യം നിഷേധിക്കുകയും സംഗീത നമ്പ്യാർക്ക് ജാമ്യം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഡോക്ടർ റാമിനെതിരായിട്ടുള്ള ജാതി അധിക്ഷേപമോ ജാതിയുടെ പേരിലുള്ള അപമാനിക്കലോ ഒന്നും നടന്നിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ നിതിൻ രാജിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത്, പ്രിൻസിപ്പാളിന്റെ ക്യാബിനകത്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് റാം അതിന്റെ പരിസരത്തുണ്ടായതിനാൽ റാമിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത്. അതിനെതിരെയാണ് ഇപ്പോൾ ഡോക്ടർ റാം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അടുത്ത ദിവസം തന്നെ കോടതിയിൽ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി നൽകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഡോക്ടർ റാം അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് മുതൽ ഒളിവിലാണ്. അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിനെതിരെ നിതിൻ രാജിന്റെ കുടുംബവും രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ഒത്തുകളിക്കുകയാണ് എന്നൊരു ആക്ഷേപവും ആരോപണവും ഒക്കെ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. പക്ഷേ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ റാം എന്നാണ് ഈ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഇപ്പോൾ കോടതി അവധിയാണ്. 2 ദിവസം മാത്രമാണ് ആഴ്ചയിൽ വർക്ക് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ മുൻകൂട്ടി അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.